ഉണ്ടോ, ഇത് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് വർക്കാണ്. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ലൈനിങ്ങിനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് പഠിച്ച് അതിലൊരു ഐഡിയ, നമ്മളെ മെഷീൻ്റെ നീഡിൽസ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ ഒരു ലെവല് കിട്ടും, ഇതെങ്ങനെ ചെയ്യണം, ഏത് നീഡിൽ എടുക്കണം എന്നൊക്കെ ബേസിക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത വർക്കാണ്. ഇത് കണ്ടോ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. പക്ഷെ കുറേ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വൺ ടൈമിൽ ചെയ്തതല്ല, കുറേ ടൈം എടുത്ത് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു ലെവലിലേക്ക് മാറി, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. വർക്കിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് പിന്നെ ചെയ്ത വർക്ക് ഇതാണ്. അതിലും കറക്റ്റ് ഇമ്പ്രൂവ് ആയി. പിന്നെ ഇതൊക്കെ ഹാഫ് വേയിൽ ഇട്ട് പോയ സാധനങ്ങളാണ്. എന്നാലും ലൈന് ഡോട്ടൊക്കെ നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ലെവലിലേക്ക് മാറി. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്കിന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്. ആ വർക്കും ഞാൻ ഷെയർ ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ സമയത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ടിലേക്ക് വന്നു. ഇത് വേറൊരു ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. നല്ല അടിപൊളി ആർട്ടിസ്റ്റാണ്. മൂപ്പര് ഒരു 3ാമത്തെ വർക്കിൽ തന്നെ ഈ ഒരു സ്കില്ലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് മാത്രം പോരാ, പ്രോപ്പറായിട്ട് ഡെയിലി പ്രാക്ടീസിങ്ങും അതേപോലെ കുറഞ്ഞ നല്ല കിഡ്ലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ആ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ടാറ്റു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും നല്ല അടിപൊളിയായിട്ട് ടാറ്റു ചെയ്യുക. അത് പക്ക കോൺഫിഡൻ്റ് ആണ്.